शिवकरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं प्रणतोऽस्मि सदा शिवं प्रणतोऽस्मि सदा शिवम् महादेव मनोहरा महामन्त्राधिप प्रभो महामाया भगवती प्रिया निन्ने തൊഴുന്നേ വരൻ
വർഷങ്ങളോളം തപസ് ചെയ്തിട്ടുള്ള ഒരു മഹത്പുരുഷനാണ് അദ്ദേഹം. ഇത് ധർമ്മപീഠം, ധർമ്മത്തിന് ഇരിക്കാനൊരു വേദി, അതായത് അഗ്നിസ്തംഭമാണ്. നമ്മൾ മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ ഓരോ മൂർത്തി കൽപ്പിച്ചിട്ടാണ്. അയ്യപ്പൻ്റെ അമ്പലം, മുരുകൻ്റെ അമ്പലം, ദേവിയുടെ അമ്പലം, ശിവൻ്റെ അമ്പലം, വിഷ്ണുവിൻ്റെ അമ്പലം, അങ്ങനെ മൂർത്തി കൽപ്പിച്ചു. ഇവിടെ ഇത് അങ്ങനെയല്ല, ഇവിടെ സ്തംഭമാണ്, അഗ്നിസ്തംഭം. ഇതിൽ നമുക്ക് ആരെ വേണേലും ദർശിച്ചിട്ട് ധ്യാനിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മറ്റുള്ള നമ്മൾ ആ ഏരിയയിൽ മാത്രമാണ് ആ പ്രശംസ ഒഴുകുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വിശ്വം മുഴുവൻ ഈ ചൈതന്യം ഒഴുകിക്കൊണ്ട് സൂര്യചന്ദ്രാദികളുള്ളിടത്തോളം കാലം വരെ ഈ ചൈതന്യം നിലനിൽക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് സ്മരിച്ചാലും ഈ ചൈതന്യം അവിടേക്ക് ഫ്രെഡായി വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരു പണി എടുക്കണ്ട, അദ്ദേഹം പണിയെടുത്തോളും. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. നമ്മൾ സൈലൻ്റായിട്ട് ചുമ്മാ ഇരിക്കുക, ശില പോലെ ഇരിക്കുക. അപ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് ഫ്രെഡായി നമ്മൾക്ക് മാറ്റങ്ങൾ വരും. ഇത് ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഈശ്വര സാക്ഷാത്കാരം വരെ നേടാനുള്ള ഇതാണ്, കൺസെപ്റ്റാണ് ഇവിടുത്തെ ഉള്ളത്. സാധാരണക്കാരൻ വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് സാധാരണക്കാരനായി ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു മാർഗമാണ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ആൾക്കാർ അവിടെ ധർമ്മപീഠം അതല്ല, ഇതാണ് ധർമ്മപീഠം. അത് ധർമ്മപീഠത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ആൾക്കാരുടെ ധാരണ അവിടെ അതാണ് ധർമ്മപീഠം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാതെ പോവുകയാണ്. ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ പല 2-3 കൊല്ലമായി വരുന്നവരാണ്, പക്ഷെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത്. ഇവിടെ ഭണ്ഡാരമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ടിട്ട് കലശാഭിഷേകം ചെയ്യാൻ പറ്റും. അവിടെ ഇരുത്തി കലശത്തിൽ ജലം എടുത്ത് ആ ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നേരിട്ടിട്ട് അഭിഷേകം നിങ്ങളാണ് ചെയ്യുക. കലശാഭിഷേകം ആത്മസമർപ്പണം, അതാണ് ഇവിടുത്തെ വഴിപാട്. പിന്നെ എണ്ണ സമർപ്പിക്കാം, വേറെ ഒന്നുമില്ല ഇവിടെ. ശരി.